അപ്പോൾ അവിടെ ഞാൻ BJP ആളുകളാണ് മണികണ്ഠേശ്വരം മൊത്തം. എനിക്ക് പലതരത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത്. ഒന്നും വേണ്ട, വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലുള്ളവരൊക്കെ സഹായം ചെയ്ത്. പിന്നെ ഞാൻ മോനെ കാണാമെന്നുണ്ട്. ഇനി അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ആരെങ്കിലും പേടിപ്പിക്കാനും വേറെ മോനെ വിളിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. എന്റെ പേര് സരസ്വതി. ഇവിടെ ഒരു മോൻ ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. എല്ലാം പഠിപ്പിക്കാൻ വന്നു. മനസ്സിലായി? ആരെങ്കിലും പേടിപ്പിക്കാനോ വരട്ടാനോ വന്നാൽ പറഞ്ഞു. ഞാൻ ആ മോനോട് വിളിച്ച് പറയുന്നു പറഞ്ഞു. പേടിപ്പിച്ചു, തിരിച്ചു പേടിപ്പിച്ചു. എടാ എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് നേരെ കയറി വന്നു. അതിന്റെ ഫോട്ടോ ധൈര്യമായിട്ടിരുന്നു കേട്ടാ. എന്തെങ്കിലും പറഞ്ഞാൽ old age people. The reason is that aging is a big problem in Kerala also. And how you are measuring whether it is a civilized society or not. We think that how the society is respecting the old age people. പുതിയ സർക്കാർ പ്രഖ്യാപിച്ച വയോജന വകുപ്പ് ജപ്പാൻ മോഡൽ നടത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജപ്പാൻ മോഡൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ജപ്പാൻ മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും നിർബന്ധിത ഇൻഷുറൻസാണ്. അതിനുള്ള തുക അവർ തന്നെ ഇൻഷുറൻസിൽ അടയ്ക്കണം. അങ്ങനെ 65 വയസ്സ് വരെയാണ് അടയ്ക്കേണ്ടത്. അതിനുള്ളിൽ ഈ 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചികിത്സാ ചെലവും ഗവൺമെൻറ്റാണ് നോക്കുക. ഈ 65 വയസ്സിനുള്ളിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലും അവർ നോക്കും. 65 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ബാധ്യതകളും ചികിത്സാ ചെലവ് മറ്റേതെല്ലാം സർക്കാർ ഏറ്റെടുക്കുക. അതേപോലെ ഒരു ടീമിനെ നിയമിച്ചിരിക്കുകയാണ്. അതിൽ നേഴ്സുമാരാണത്. അവർക്ക് ഓരോ ഇത്ര വീടുകളെന്ന് പറഞ്ഞിട്ട് വിവരിച്ചു കൊടുത്തിട്ടുണ്ടാവും. അവർ ആ വീടുകളിൽ ദിവസവും ചെന്ന് വയോജനങ്ങളുടെ അടുത്ത് ചെന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് ചികിത്സ ആവശ്യമുള്ളവർക്ക് ചികിത്സ കൊടുക്കും. അതുപോലെ ഈ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കും. അങ്ങനൊരു ടീമിനെയാണ് അവർ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത്. ഈ ടീമിൽ നേഴ്സുമാർ എല്ലാം ഉണ്ട്. അതിൽ പഞ്ചായത്തൊക്കെ നമ്മളവിടുത്തെ പറയുക പോലെയാണെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അവർ അതേപോലെ ഓരോ ടീമിനെ നിയമിച്ച് വെച്ചിരിക്കുകയാണ്. അതേപോലെ ഈ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക്, അതേപോലെ ഈ സഹായം കിടപ്പ് രോഗികൾക്ക്, ഇവർക്കെല്ലാം കൂടിയിട്ട് റോബോട്ടിനെയാണ് അവർ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഭാര്യ മരിച്ചവർക്ക് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചവർക്കൊക്കെ ഒറ്റപ്പെടുന്നവർക്കൊക്കെ റോബോട്ടാണ് വന്ന് സഹായം കൊടുക്കുക. ചികിത്സ ആവശ്യമുള്ളവർക്കൊക്കെ ഗവൺമെൻറ് സ്വന്തം ഇതിൽ നോക്കും. 90% ഗവൺമെൻറ് അതിൻ്റെ പേയ്മെൻറ്റ് നോക്കും. 10% മാത്രമാണ് നമ്മൾ തന്നെ അടയ്ക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ളൊരു വകുപ്പാണത്. പിന്നെ ഈ ഫീൽഡ് വർക്കർമാർ കൊടുക്കുന്ന, അതായത് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത് നേഴ്സുമാരാണത്. അവർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഓരോ ആശുപത്രികളിലേക്ക് അവരെ മാറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുപോലെ ഈ വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ ടൂറിന് പോകുമ്പോൾ ഒറ്റപ്പെടുകയാണെങ്കിൽ അവർക്ക് താമസിക്കാനായിട്ട് ഹോം സ്റ്റേകൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ പകൽ മക്കളൊക്കെ ജോലിക്ക് പോയി വരുന്ന കാരണം വീട്ടിൽ ഒറ്റപ്പെടുകയാണെങ്കിൽ അവർക്ക് പകൽ വീട് എന്ന സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേയൊക്കെ നമ്മളുടെ
നാട്ടിൽ ഉള്ള സംഭവമാണ്. പക്ഷെ അതിനൊരു ഏകീകൃത സ്വഭാവമില്ല. പലതും സ്വകാര്യ ഏജൻസികളുടെ കീഴിലാണ്. അതിനൊരു ഏകീകൃത സ്വഭാവമില്ല. എങ്ങനെ നടക്കണോ അങ്ങനെ ഒന്നും ഒരു മേൽനോട്ടമില്ല. ആ മേൽനോട്ടം ഈ വകുപ്പ് വഴി വരും എന്നതാണ് ഒരു പ്ലസ് പോയിൻ്റ്. പിന്നെ ജപ്പാനിൽ ചെയ്യണ പോലെ റോബോട്ട് സംവിധാനം ഏർപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ മറ്റുള്ളതൊക്കെ ഒരുവിധം സംവിധാനം ആയിട്ടുണ്ട്. പകൽ വീട്, അതുപോലെ വയോജനങ്ങൾ താമസിക്കാനുള്ള വീടുകൾ, അതുപോലെ മന്ദിരങ്ങൾ കുറേ നമ്മളെ നാട്ടിലുണ്ട്. ഇതെല്ലാം ഒരു ഏകീകൃത സ്വഭാവത്തിലുള്ളതല്ല. അത് ഈ വകുപ്പ് വഴി വരും. അതിനൊരു മന്ത്രിക്കാകുമ്പോൾ അതിനൊരു പ്രത്യേക മേൽനോട്ടമൊക്കെ വരും. അവരെ നോക്കാനായിട്ട് സംവിധാനങ്ങൾ വരും. അതുപോലെ അവരുടെ ചികിത്സയ്ക്കൊക്കെ വളരെ ഇത് വരും. മക്കൾക്കൊക്കെ ഒരു പേടി വരും, ഇവരെ നോക്കിയില്ലെങ്കിൽ പ്രശ്നമാവും എന്നൊരു സംവിധാനം വരും. പക്ഷെ റോബോട്ട് സിസ്റ്റം വരുമോ എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം.